ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. എൻ്റെ പേര് ഷിബിൻ. നിങ്ങൾക്ക് എക്കണോമിക്സിലെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് ക്ലാസ് എടുക്കുന്നത് ഞാനായിരിക്കും. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാം എഴുതുന്ന പല കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, എക്കണോമിക്സുകാർ തന്നെ ഈ എക്സാം എഴുതുന്നുണ്ട്. അവർക്ക് ഈ ഒരു പേപ്പർ വളരെ സിമ്പിൾ ആയിരിക്കും. അവർ ഓൾറെഡി ഡിഗ്രിയോ മാസ്റ്റേഴ്സോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ് ഈ ഐഡിയാസ് ഒക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആരാണ് മാത്സുകാര്, സ്റ്റാറ്റ് പഠിച്ചവര്, കൊമേഴ്സ് പഠിച്ചവരൊക്കെ കാണും. അവർക്കും എന്താണ്, ഈ മാത്സ് സ്റ്റാറ്റ് പഠിച്ചവർക്കൊക്കെ ഈ ഒരു സബ്ജക്ട് വളരെയധികം ഡിഫിക്കൽട്ടായി തോന്നാൻ സാധ്യതയുണ്ട്. സോ അവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ സിലബസിന്റെ ഒരു ജസ്റ്റ് ബ്രീഫിംഗ് നോക്കാം. ഞാൻ ടോട്ടൽ 100 മാർക്കിന്റെ കാര്യങ്ങൾ പറയുന്നില്ല, ഓൾറെഡി നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്ന പാർട്ടാണ് അല്ലേ. സോ എക്കണോമിക്സ് എന്ന് പറയുന്ന പാർട്ടിൽ നമുക്ക് 20 മാർക്സ് ഉണ്ട്. എത്ര മാർക്കാണ്? 20 മാർക്സ്. സോ 100-ലെ ക്രൂഷ്യൽ ആയിട്ടുള്ള 20 മാർക്സ് എവിടെ നിന്നാണ്? എക്കണോമിക്സിൽ നിന്നാണ്. അതിൽ ഞാനിപ്പോ ക്ലാസ് എടുത്ത് തുടങ്ങുന്നത് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന പാർട്ടാണ്. സോ മാക്രോ എക്കണോമിക്സിന്റെ 4 മാർക്കാണ്. സോ എന്റെ ക്ലാസ് വഴി നിങ്ങൾക്ക് 4 മാർക്കിനുള്ള കണ്ടന്റ് ആണ് ഞാൻ തരുന്നത്. ഓക്കെ, സോ ഞാൻ പറയുന്ന മനസ്സിലാക്കുക. നമുക്ക് മൈക്രോ എക്കണോമിക്സ് നിങ്ങൾ പഠിക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മാക്രോ എക്കണോമിക്സ്. സോ മൈക്രോ വേഴ്സസ് മാക്രോ എന്ന് പറയുന്ന ചിന്തയിൽ നിന്നാണ് ഈ ഒരു സബ്ജക്ട് നമ്മൾ പഠിക്കേണ്ടത്. സോ മാക്രോ തുടങ്ങുന്ന അങ്ങനെയാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്, എക്കണോമെട്രിക് അനാലിസിസ്, ഇല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ഇല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ അനാലിസിസ്, റിസർച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അതിന് ഇവിടെ പ്രാധാന്യമുണ്ട്. കുറച്ച് മാത്തമാറ്റിക്കൽ സൈഡൊക്കെ മാക്രോ എക്കണോമിക്സിൽ വരുന്നുണ്ട്. പിന്നീട് ഈ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പേപ്പർ നിങ്ങൾ പഠിക്കുന്നില്ലേ? അതിനകത്ത് പഠിക്കുന്ന പല കാര്യങ്ങളുടെയും ബേസ് ഈ മാക്രോ എക്കണോമിക്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പിന്നീട് പബ്ലിക് ഫിനാൻസും ഇന്റർനാഷണൽ ട്രേഡ് മാക്രോ എക്കണോമിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട് ആണ് ആ ഒരു സബ്ജക്റ്റില് പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇന്ത്യ ആൻഡ് കേരള ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് നമുക്ക് പഠിക്കണം. സോ ഞാൻ ജസ്റ്റ് 20 മാർക്കിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ ഞാനിവിടെ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്, എക്കണോമിക്സ് പഠിക്കാത്തവരും എക്കണോമിക്സ് പഠിച്ചിട്ട് അതൊക്കെ കളഞ്ഞിട്ട് കുറെ നാളായവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സബ്ജക്ട്സ് എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മൾ BSc എക്സാം ആണ്, ഇതിന്റെ തിയറി കൂടുതൽ പഠിക്കുന്നതിലുപരി കൺസെപ്ച്വൽ ക്ലാരിറ്റി ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, മാത്രമല്ല റീസെന്റ് എക്സാംസ് നമ്മൾ നോക്കുവാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ ബേസിക് ചോദ്യങ്ങളും ഉണ്ട്. സോ ആ ഐഡിയാസ്, ഞാനിപ്പോ മാക്രോ ആണ് പഠിപ്പിക്കുന്നത്, മാക്രോയിലെ ഐഡിയാസ് നിങ്ങൾ ക്ലാരിറ്റി വരുത്തിയാണ് പഠിച്ചു പോകേണ്ടത്. ഓക്കെ, സോ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന മൊഡ്യൂൾ 2 ആണ്. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, സോ മാക്രോ എക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഓക്കെ, സോ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് എന്താണെന്ന് സിമ്പിൾ ആയിട്ട് അറിയാം. അഗ്രിഗേറ്റ്സ്. എന്താണ് അഗ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മൈക്രോയിൽ, നിങ്ങൾ ഓൾറെഡി മൈക്രോ പഠിച്ചു കാണും, ചിലവർ പഠിച്ചു കാണില്ല. സോ മൈക്രോയിൽ നമ്മൾ ഇൻഡിവിജ്വൽ കൺസെപ്റ്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്തിനെ കുറിച്ചാണ്? ഇൻഡിവിജ്വൽ കൺസെപ്റ്റ്. അതേസമയം നമ്മൾ മാക്രോയിൽ നമ്മൾ അഗ്രിഗേറ്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് അഗ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പം കൺസ്യൂമറിനെ കുറിച്ച് പഠിക്കുന്നത് അതൊരു ഇൻഡിവിജ്വൽ ആണ് അല്ലെ. അതേസമയം മാക്രോ എക്കണോമിക്സിൽ എന്താണ്, ഒരു കൺസ്യൂമർ അടങ്ങുന്ന ആ ഹോൾ എക്കോണമി, ഒരു സമ്പദ് വ്യവസ്ഥയെ മുഴുവനും കുറിച്ച് പഠിക്കുന്നതാണ് മാക്രോ എക്കണോമിക്സ്. ആ ഒരു ബോധം ആദ്യം ഉണ്ടാകണം. സോ സിലബസ് ഒന്ന് നമുക്ക് ഡീകോഡ് ചെയ്യാം. ഏത് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് സിലബസ് നല്ല വ്യക്തമായി മനസ്സിലാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സോ സിലബസ് നോക്കാം. സോ ആദ്യം തന്നെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് കൺസെപ്റ്റുകൾ മനസ്സിലാക്കി കറണ്ട് ഡൈനാമിക് ആയിട്ടുള്ള ഐഡിയാസും കൂടെ ആഡ് ഓൺ ചെയ്ത് പോകേണ്ട ഒരു ടോപ്പിക്കാണിത്. എന്താണ് നാഷണൽ ഇൻകം? ഒരു രാജ്യത്തിന്റെ ടോട്ടൽ ഇൻകം, അതിനാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഈ ഒരു സ്പെസിഫിക് ടോപ്പിക്കില് നമ്മൾ നാഷണൽ ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കൺസെപ്റ്റ്സ് ഉണ്ട്. GDP, GNP, അങ്ങനെ തുടങ്ങിയ കുറെ കൺസെപ്റ്റുകളുണ്ട്. മാത്രമല്ല നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്ന മെത്തേഡ് എന്താണ്, അതോടൊപ്പം തന്നെ നാഷണൽ ഇൻകം മെഷർ ചെയ്യുമ്പോൾ പാലിക്കേണ്ട കുറെ മെത്തഡോളജീസ്, മാത്രമല്ല ഇന്ത്യയിലെ നാഷണൽ ഇൻകത്തിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം. നമ്മൾ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന 4th മൊഡ്യൂളിലാണ് ഇന്ത്യയുടെ നാഷണൽ ഇൻകം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. പക്ഷെ അത് ജസ്റ്റ് റിലേറ്റ് ചെയ്ത് ഈ ടോപ്പിക്ക് പഠിക്കണം. പിന്നീടാണ് ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ അനാലിസിസ് ഓഫ് മാക്രോ അഗ്രിഗേറ്റ്. സോ ഇവിടാണ് സ്കൂൾസ് ഓഫ് തോട്ട്. എന്താണ് സ്കൂൾസ് ഓഫ് തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഓരോ കാലഘട്ടത്തിലും ഓരോ ചിന്താഗതി ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ കാര്യം തന്നെ നോക്കുവാണെങ്കിൽ, നമ്മൾ കൊച്ചിലെ
നമ്മുടെ ചിന്താഗതിയാണോ ഇപ്പോഴത്തത്? നമ്മൾ പല സ്റ്റേജിലൂടെ കടന്നു വന്നതാണ്. സോ അങ്ങനെ കടന്നു വന്ന പല ചിന്താഗതികളെയാണ് നമ്മൾ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത്. അതിൽ ആദ്യം ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ആദം സ്മിത്തിന്റെ ഐഡിയാസ് ഒക്കെ ഉൾപ്പെടുന്ന ആദം സ്മിത്തിനെ സപ്പോർട്ട് ചെയ്ത സ്കൂൾ ഓഫ് തോട്ട് ആണ് ക്ലാസിക്കൽ. അത് കഴിഞ്ഞിട്ട് കെയ്നീഷ്യൻ. ഓക്കെ, ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്ലാസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ചു വരും. കെയ്നീഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിക്കുന്ന നമ്മുടെ ടോപ്പിക് ആയിട്ടുള്ള മാക്രോയെ കുറിച്ച് പഠിച്ചു വരുവാണ്. സോ ഇവര് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി അവരുടെ ഐഡിയാസ് എന്താണ്, അവരെങ്ങനെയാണ് നാഷണൽ ഇൻകം ഡിറ്റർമിനേഷനിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യമാണ്. സോ ഞാൻ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തരുവാണ്. നമ്മൾ മൈക്രോയെ എന്താണ്, മൈക്രോയെ നമ്മൾ എന്താണ് പ്രൈസ് തിയറി എന്നും മാക്രോയെ ഇൻകം തിയറി എന്നും വിളിക്കാറുണ്ട്. സോ അതിന്റെ റീസൺ എന്താണെന്ന് പഠിക്കാം. സോ ഇത് വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സോ ക്ലാസിക്കലിന്റെയും കെയ്നീഷ്യന്റെയും പെർസ്പെക്റ്റീവ് എന്താണെന്ന് നമ്മൾ അവിടെ പഠിക്കും. പിന്നീട് പ്രധാനപ്പെട്ട ഒരു എക്സ്റ്റൻഷൻ മോഡലാണ് ISLM മോഡൽ. ISLM മോഡൽ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് മാർക്കറ്റിലും മണി മാർക്കറ്റിലും ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരുന്ന അവസ്ഥ പഠിക്കുന്നതാണ്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും എന്താണെന്ന് അറിയത്തില്ലായിരിക്കും. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് ഫോഴ്സസ് ഈക്വൽ ആയിട്ട് നിൽക്കുന്ന, സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ പൊതുവെ എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളൊരു എക്കോണമിയിൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയാണ് ഒരു എക്കോണമിയിലെ ഇക്വിലിബ്രിയം. സോ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒരു ഇക്വിലിബ്രിയം സിറ്റുവേഷൻ ISLM ഗുഡ്സ് മാർക്കറ്റിലും മണി മാർക്കറ്റിലും ഉണ്ടാകുന്നതിനെ കുറിച്ച് പഠിക്കുന്നു. പിന്നീട് നമ്മൾ ഇതുവരെ എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു എക്കോണമിയുടെ അകത്തുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. അത് എന്താണ് പോളിസീസ്, നമ്മുടെ ഗവൺമെന്റിന്റെയും ഇല്ലെങ്കിൽ വിദേശ നയങ്ങളും എല്ലാം ഉൾപ്പെടുന്ന പോളിസീസ്. ഒരു ഓപ്പൺ എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രേഡ് നടത്താൻ കഴിയുന്ന, വിദേശ രാജ്യങ്ങളുമായി ട്രേഡ് നടത്താൻ കഴിയുന്ന സിസ്റ്റവുമായിട്ടും ക്ലോസ്ഡ് ആയിട്ടുള്ള സിസ്റ്റവുമായിട്ടും തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളുമാണ് പറയുന്നത്. പിന്നീട് പ്രധാനപ്പെട്ട സാധനമാണ്, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിഹേവിയറൽ ഫൗണ്ടേഷൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്തോട്ട് പോകും. എന്താണ് ബിഹേവിയറൽ ഫൗണ്ടേഷൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്? എന്താണ് ബിഹേവിയർ? നമ്മുടെ ബിഹേവിയർ നമ്മളിപ്പോ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു രാജ്യത്തിന്റെ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് തിരിക്കാം. ആ നാട്ടിലെ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്ന, ആ നാട്ടിലെ ഫേംസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന. ഇത് 2 സെക്ടർ മോഡൽ എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറയുന്നത് ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ഒരു എക്കോണമിയിൽ ശ്രദ്ധിക്കുക, ഒരു എക്കോണമിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കൺസംഷൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കും. സോ കൺസംഷനെ കുറിച്ച് കുറെ തിയറീസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ മോഡലിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് സാധാരണ സബ്ജക്റ്റിനെ കണക്കല്ല. എന്ന് പറഞ്ഞാൽ സയൻസിൽ നമ്മൾ ഗ്രാവിറ്റി എന്ന് പറയുന്ന കാര്യം നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ വേൾഡിൽ എവിടെ ചെന്നാലും യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യമാണ് ഗ്രാവിറ്റി. പക്ഷേ എക്കണോമിക്സിൽ, പ്രത്യേകിച്ച് സോഷ്യൽ സയൻസുകളിലെല്ലാം ഈ മോഡൽസ് ക്രിയേറ്റ് ചെയ്യാൻ പാടാണ്. പക്ഷെ നമ്മൾ എന്താണ് വളരെ ബെറ്റർ ആയിട്ടുള്ള അസംഷൻസ് വെച്ച് മോഡൽസ് ഉണ്ടാക്കും. അങ്ങനെ കുറെ മോഡൽ ഉണ്ട്. ഇപ്പൊ നമ്മൾ വർക്കിംഗ് മോഡൽ എന്നൊക്കെ പറയത്തില്ല. ഇപ്പൊ നമ്മളൊരു വീട് വെക്കുമ്പോൾ എന്താണ് അതിന്റെ ഒരു മോഡൽ ഉണ്ടാക്കും. അത് കണക്ക് ഒരു എക്കോണമിയിൽ ആൾക്കാരുടെ ബിഹേവിയർ നമ്മൾ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മോഡൽസ്. സോ കൺസംഷനെ കുറിച്ചുള്ള മോഡൽസ് ആണ് കൺസംഷൻ ഫംഗ്ഷൻ. കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കെയ്ൻസ്, നമ്മൾ മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കെയ്ൻസിന്റെ ഐഡിയാസ് ആണ് കൺസംഷൻ ഫംഗ്ഷനിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് പസില്. കെയ്ൻസ് പറഞ്ഞ കാര്യം തെറ്റാന്ന് ഒരാൾ പറഞ്ഞു. ഓക്കെ, അതേപോലെ അത് കഴിഞ്ഞിട്ട് കുറെ തിയറി, ആബ്സല്യൂട്ട് ഇൻകം, കെയ്ൻസിന്റെ തന്നെ തിയറി വേറൊരു വിളിക്കുന്ന പേരാണ് ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ്, റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ്, പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ്, ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മോഡൽസ് എന്ന് പറയുമ്പോൾ ഈ പേര് കണ്ടിട്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം കുറെ മാത്തമാറ്റിക്കൽ ഡെറിവേഷനും എക്കണോമിക് ടേംസും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാം നമ്മുടെ ലൈഫിൽ തന്നെ നടക്കുന്ന കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് അതേപോലെ ഞാൻ പറഞ്ഞു, ഒരു രാജ്യത്ത് കൺസംഷൻ എന്നതുപോലെ നടക്കുന്നത് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചുള്ള തിയറീസ് ഇവിടെ നിയോ ക്ലാസിക്കൽ എന്ന് പറയുന്ന തിയറീസ് പറയുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ക്ലാസിക്കലും കെയ്നീഷ്യന്റെ ഇടയ്ക്ക് വരുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് ആണ് എന്ത്? ഈ നിയോ ക്ലാസിക്കൽ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും. പിന്നെന്താണ് കെയ്നീഷ്യൻ ആൻഡ് ആക്സിലറേറ്റർ തിയറീസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ അതിന്റെ മൾട്ടിപ്പിൾ ടൈംസ് ഇൻകം ഉണ്ടാകാറുണ്ട്. അതിന്റെ ഫീച്ചറൊക്കെയാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. സോ ആദ്യത്തെ സെക്ഷൻ ഒരുവിധം കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒറ്റ സെഷൻ ആണ്. പക്ഷെ ആ ഒരു പാർട്ട് നമ്മൾ കഴിഞ്ഞു. ഇനിയാണ് തിയറി ഓഫ് ബിസിനസ് സൈക്കിൾ. അറിയാം, നമ്മുടെ എക്കോണമി എപ്പോഴും എന്താണ്? നേരെ പോകത്തില്ല. എക്കോണമി എപ്പോഴും എന്താണ്? താഴ്ച ഉയർച്ചയൊക്കെ ഉണ്ടായിട്ടാണ് പോകുന്നത്. ഓക്കെ,
സോ താഴ്ച ഉയർച്ച ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സ്, സൈക്ലിക്കൽ പ്രോസസ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഇവിടെ. അതോടൊപ്പം തന്നെ എന്താണ്, നമ്മുടെ മാക്രോ എക്കോണമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായ ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ, നമുക്കറിയാം ഒരു എക്കോണമിയിലെ മുഴുവൻ ഫംഗ്ഷനിങ് നോക്കുന്നത് ആകെത്തുകയായിട്ടുള്ള ഡിമാൻഡ്, ആകെത്തുകയായിട്ടുള്ള സപ്ലൈ ആണ്. എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത്ര ആലോചിച്ചാൽ മതി, ഒരു എക്കോണമി കുറെ സാധനങ്ങൾ ഉണ്ടാക്കുന്നു, അതാണ് പ്രൊഡക്ഷൻ, അതാണ് അഗ്രിഗേറ്റ് സപ്ലൈ. ഇപ്പൊ ആലോചിച്ച് നോക്കി, ഇന്ത്യ എന്ന് പറയുന്ന എക്കോണമിക്കകത്ത് നമ്മൾ കുറെ പ്രൊഡക്ഷൻ നടത്തി, ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സപ്ലൈ എന്ന് പറയുന്നത്. അതേസമയം ആ സാധനം ഡിമാൻഡ് ചെയ്യുന്ന സൈഡാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. സോ ഒരു മാക്രോ എക്കോണമിയിൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഈ അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ ആണ്. നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഞാൻ പറഞ്ഞു വിടുവാണ് ഐഡിയ എന്താണെന്ന്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. സിലബസ് ക്രാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബിസിനസ് സൈക്കിളിന്റെ ഒക്കെ പല തിയറീസ് നമ്മൾ പഠിക്കും, സാമുവൽസൺ, ഇക്സ്, കാൾഡറിന്റെ. പിന്നീട് നമുക്ക് പ്രധാനപ്പെട്ട ഐഡിയ ആണ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ് മൾട്ടിപ്ലെയർ ആക്സിലറേറ്ററും. ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് സൂപ്പർ മൾട്ടിപ്ലെയർ. നിങ്ങളിപ്പോ ഇത് കേട്ടിട്ട് ഇതെന്താണ് എന്ന് പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആവും. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. മൾട്ടിപ്ലെയറും ആക്സിലറേറ്ററും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കുമ്പോൾ എത്രത്തോളം എന്താണ് ഔട്ട്പുട്ട് കൂടുന്നു, അതോടൊപ്പം എന്താണ് ഇൻകം കൂടുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ പഠിക്കുന്നത്. പിന്നീട് ഗ്രേറ്റ് ഡിപ്രഷൻ അറിയാം, 1930 ലോകം മുഴുവനും പ്രശ്നം ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ് ഡിപ്രഷൻ. സോ അതിനെക്കുറിച്ച്, പിന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ്, അത് 2008 ഉണ്ടായ ഒരു ഫിനോമിനയാണ്, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. പിന്നീട് ഓൾട്ടർനേറ്റീവ് വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും എക്കോണമിയിൽ ഉണ്ടാകുമ്പോൾ ക്ലാസിക്കൽസ് പറയുന്നത് എന്താണ്, സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് പറയുന്നു, കെയ്നീഷ്യൻസ് എന്ത് ചെയ്യണമെന്ന് പറയുന്നു, മോണിറ്ററിസ്റ്റ് എന്ത് ചെയ്യണമെന്ന് പറയുന്നു. അതൊക്കെയാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. സോ വ്യക്തമായ ധാരണ ഉണ്ടായെന്ന് വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു സിലബസ് നമ്മൾ ക്രാക്ക് ചെയ്യുന്ന സമയത്ത് എന്താ പഠിക്കേണ്ടത് എന്നുള്ള ഒരു മിനിമം ബോധം വേണം. എക്കണോമിക്സ് പഠിച്ചവരാണെങ്കിലും പഠിക്കാത്തവരാണെങ്കിലും. ഓക്കെ, സോ അതിന്റെ ബേസിൽ ഈ ഫിലിപ്സ് കർവ് എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡൽ ഉണ്ട്, അത് പഠിക്കും. അത് റിലേറ്റഡ് ആണ് സാക്രിഫൈസ് റേഷ്യോ, കൂൺസ് ലോ ഒക്കെ നമ്മൾ പഠിക്കും. ഇതൊക്കെ നമ്മൾ ഒരു ഓർഡറിൽ പഠിച്ചു പോകും, അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ഇത്തരം വാക്കുകൾ കേട്ട്. സോ അടുത്ത പോവാം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, there are സ്കൂൾസ്. ഓക്കെ, വെറും സ്കൂൾസ് അല്ല, സ്കൂൾസ് ഓഫ് തോട്ട്. ഓക്കെ, ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിലുള്ള ചിന്താഗതികളുണ്ട്. ഓക്കെ, അത് നമ്മൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഏത് സബ്ജക്ട് പഠിച്ചാലും എന്ത് കാര്യങ്ങൾ പഠിച്ചാലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സയൻസ്, നമ്മുടെ മനുഷ്യന്റെ ചിന്ത, നമ്മുടെ ഫിലോസഫി ഒന്ന് ആലോചിച്ച് നോക്കിയേ, മനുഷ്യന്റെ ചിന്തയെ കുറിച്ച്. നമ്മൾ ആദ്യകാലങ്ങളിൽ എല്ലാം വിചാരിച്ചിരുന്ന എന്താണ്, മിത്തിക്കലായിട്ട് നടക്കുന്ന സാധനമാണ്. എല്ലാം എന്താണ്, അത്ഭുതങ്ങളാണ്, ദൈവം ചെയ്യുന്നതാണ്, നേച്ചറാണ് ദൈവം എന്നുള്ള കൺസെപ്റ്റ് ഒക്കെയാണ് വരുന്നത്. പിന്നീട് നമുക്കറിയാം ഫിലോസഫി എന്ന് പറയുന്ന സബ്ജക്ട് അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ ആയിട്ടൊക്കെയാണ് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത് ഫിലോസഫി. മാത്രമല്ല എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് ആദ്യകാലത്ത് ഉണ്ടായിരുന്നു, പക്ഷെ ഫിലോസഫി എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്തായിരുന്നു. പിന്നീടാണ് നമ്മൾ അത് ഒരു വെറൈറ്റി സബ്ജക്റ്റ് ആയി നമുക്ക് മാറിയത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാം. ആ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് ആദ്യം ഫിലോസഫി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്, പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറി. അത് കഴിഞ്ഞിട്ട് ആദം സ്മിത്തിന്റെ വർക്കോട് കൂടി എക്കണോമിക്സ് ഒരു കറക്റ്റ് സ്റ്റേറ്റ് കിട്ടി. മാത്രമല്ല ഇൻ ബിറ്റ്വീൻ കുറെ സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. സോ ഞാൻ പറയുന്ന കാര്യം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. മാക്രോ എക്കണോമി സ്കൂൾസ് ആൻഡ് പോളിസീസ്, ഓരോ എക്കണോമിക് തോട്ടിന്റെ അണ്ടറിലുള്ള പോളിസീസും കാര്യങ്ങളും എല്ലാം ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, ഓരോ മാക്രോ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കഥ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഞാൻ പറഞ്ഞ ഫിലോസഫി. ഓക്കെ, ഫിലോസഫിയുടെ ജസ്റ്റ് ഞാൻ ഒരു ബ്രീഫിങ് എക്സാമിന് ചോദിക്കത്തിൽ അറിയണമെന്ന് ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞുതരും. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്കൂൾ ഓഫ് തോട്ട് എന്ന് അറിയപ്പെടുന്നത് മെർക്കന്റലിസം ആണ്. എന്താണ് മെർക്കന്റലിസം എന്ന് പറഞ്ഞാൽ ആദ്യ കാലങ്ങളിലെ ഈ കച്ചവടക്കാര്, മെർച്ചന്റ്സിന്റെ ചിന്താഗതിയായിരുന്നു ആദ്യത്തെ എക്കണോമിക്സ്. അതൊരു പ്രോപ്പർ സ്കൂൾ ഓഫ് തോട്ട് അല്ല. അത് കഴിഞ്ഞിട്ട് ആര് വന്നു, ഫിസിയോക്രസി വന്നു. ഫിസിയോക്രസി വന്നു എന്ന് പറഞ്ഞാൽ നേച്ചർ ആണ് എല്ലാം എന്ന് പറയുന്ന ആൾക്കാരാണ് ഫിസിയോക്രസി. അത് കഴിഞ്ഞിട്ട് എന്താണ്, ക്ലാസിക്കൽസ് വന്നു. ആദം സ്മിത്തിന്റെ ഒരു കിടിലൻ ബുക്കുണ്ട്, 1776 അദ്ദേഹത്തിന്റെ മാഗ്നം ഓപ്പസ് എന്നറിയപ്പെടുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്ക് വഴി എന്താണ് ക്ലാസിക്കൽസ് വന്നു. അതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 1936 അതേപോലെ വേറൊരു ബുക്ക് ആരെഴുതി, ജെ.എം. കെയ്ൻസ് എഴുതി. ഓക്കെ, ആരെഴുതി, ജെ.എം. കെയ്ൻസ് എഴുതി. അപ്പൊ എന്താണ്, ക്ലാസിക്കൽസ് മാറി കെയ്നീഷ്യൻസ് വന്നു. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സ്കൂൾ ഓഫ് തോട്ടിന്റെ ഫ്ലോ മനസ്സിലാക്കുമ്പോൾ
അവിടെ ഒരു സ്കൂൾ ഓഫ് തോട്ടും തെറ്റായിട്ടുള്ള തോട്ടല്ല, അത് ബെറ്റർ ആക്കി കൊണ്ടുവരുവാണ്. ഞാൻ ഇത് ഫോക്കസ് ചെയ്ത് പറയാൻ കാരണം നമ്മൾ പഠിക്കുന്ന തിയറീസ് ഇല്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ കൺസംഷനെ കുറിച്ച് കുറച്ച് തിയറീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ കൺസംഷനെ കുറിച്ചുള്ള തിയറീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യത്തെ തിയറി നമ്മൾ പഠിക്കുന്നത് ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് ആണ്. എന്താണ് ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ്? ഈ ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസിൽ എന്താണ് പറയുന്നത്? അവിടെ നമ്മൾ കെയ്ൻസിന്റെ ഒരു ഐഡിയ ആണ് പറയുന്നത്, കൺസംഷനെ കുറിച്ചുള്ള കെയ്ൻസ്. അത് കഴിഞ്ഞിട്ട് എന്താണ് റിലേറ്റീവ് വന്നു, റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് വന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് പിന്നീട് അത് മാറി പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ് വന്നു. എന്ന് പറഞ്ഞാൽ എല്ലാം ഈ മോഡൽസ് എല്ലാം ബെറ്റർ ആക്കി കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. എന്ന് പറഞ്ഞാൽ മാക്രോ എക്കണോമിക് സ്കൂൾസ് ആൻഡ് പോളിസീസിൽ ഈ ഓരോ സ്കൂൾ എന്താണ്, അവരുടെ പോളിസീസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് എന്താണ് സ്കൂൾസ് ഇൻ മാക്രോ എക്കണോമിക്സ്, അതാണ് ഞാനിപ്പോ പറഞ്ഞത്, ചെറിയൊരു ബ്രീഫിങ്. ഞാൻ പറഞ്ഞ പോലെ ക്ലാസിക്കൽസിനെ പഠിക്കും, കെയ്നീഷ്യനെ പഠിക്കും, മോൺട്രസ്റ്റ് പഠിക്കും, ന്യൂ ക്ലാസിക്കൽസ് പഠിക്കും, സപ്ലൈ സൈഡ് റാഷണൽ എക്സ്പെക്ടേഷൻസ് പഠിക്കും, ന്യൂ കെയ്നീഷ്യൻ, ന്യൂ പൊളിറ്റിക്കൽ മാക്രോ എക്കണോമിക്സ്, അതെല്ലാം പഠിക്കും. എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് സ്കൂൾസ് ഓഫ് തോട്ടിന്റെ ആ ട്രാൻസിഷനും കാര്യങ്ങളും എല്ലാം ആണ് അവിടെ നമ്മൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാക്രോ എക്കണോമിക് പോളിസി. മാക്രോ എക്കണോമിക് പോളിസിയുടെ ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് അത് കഴിഞ്ഞ് പഠിക്കുന്നത്. നമുക്കറിയാം ഒരു എക്കോണമിയിൽ ആദ്യകാലങ്ങളിൽ ക്ലാസിക്കൽസ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണ്ട എന്ന് പറഞ്ഞു. അതിന് പറയുന്ന പേരാണ് ലേസസ് ഫെയർ. എന്താണ് ലേസസ് ഫെയർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇടപെടേണ്ട എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് ലേസസ് ഫെയർ എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് കെയ്നീഷ്യൻ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് ഒരു വൈറ്റൽ പാർട്ടാണ്, വളരെ പ്രാധാന്യമുള്ള ഒരു പാർട്ടാണെന്ന് മനസ്സിലായി. സോ അപ്പം കൊണ്ടുവന്ന സാധനങ്ങളാണ് മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി, പിന്നെ ഇപ്പൊ എന്താണ് ഇൻകം പോളിസി ഉണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. സോ എനിക്ക് ഒരു വിശ്വാസമുണ്ട് നിങ്ങൾക്ക് സിലബസ് എന്താണെന്ന് മനസ്സിലായെന്ന്. ഈ സിലബസ് കാണുമ്പോൾ ഇനി കിളി പോകരുത്. ആദ്യമായി തന്നെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മാർക്ക് നിങ്ങൾക്ക് ക്രൂഷ്യൽ ആയിട്ട് റാങ്ക് മേക്കിംഗ് ആകാൻ സാധ്യതയുള്ള 4 മാർക്ക് കിട്ടേണ്ട ഈ പാർട്ടിൽ മാക്രോ എക്കണോമിക്സിന്റെ സിലബസ് കാണുമ്പോൾ ഇനി കിളി പോകുമോ നിങ്ങൾക്ക്? ആ കിളി പോകാതിരിക്കാനായിട്ടാണ് ഈ ഒരു ബേസിക്സ് ഞാൻ പറഞ്ഞു തന്നത്. സോ ഇത് നമ്മൾ ഇത്രയും നേരം ചെയ്ത് എന്താണ് സിലബസ് ക്രാക്കിംഗ് ആണ്. സോ നമ്മൾ എന്താണ് കറക്റ്റ് സ്ട്രക്ചേർഡ് ആയിട്ട് നാഷണൽ അക്കൗണ്ടിങ് എന്താന്ന് പഠിക്കും, ക്ലാസിക്കലും കെയ്നീഷ്യനും എന്താന്ന് പഠിക്കും, ISLM മോഡൽ എന്താന്ന് പഠിക്കും. അവിടെ പോളിസി ഓപ്പണും ക്ലോസ്ഡും ആയിട്ടുള്ള എക്കോണമിയിലുള്ള പോളിസി എന്താന്ന് പഠിക്കും. പിന്നെ മുണ്ടേൽ ഫ്ലെമിംഗ് മോഡൽ പഠിക്കും. പിന്നെ ബിഹേവിയറൽ ഫൗണ്ടേഷൻസ് എന്ന് പറഞ്ഞ കുറെ കൺസംഷൻ ഫങ്ഷൻസ് പഠിക്കും. അതിൽ ഒന്നാമത്തത് എന്താണ് കെയ്ൻസിന്റെ ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് ആണ്. പിന്നെ ഒരു പസിൽ വരും, പിന്നെ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് വരും, പിന്നെ പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ് വരും, ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് വരും. അത് അങ്ങനെ കൺസംഷൻ ഫങ്ഷൻസ് കുറെ പഠിച്ചു കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഫങ്ഷൻസിലേക്ക് മാറും. ഓക്കെ, അവിടെ നിയോ ക്ലാസിക്കൽ തോട്ട് കെയ്നീഷ്യൻ ആക്സിലറേറ്റഡ് തിയറീസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പഠിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ബിസിനസ് സൈക്കിളിലേക്ക് കടക്കും. ബിസിനസ് സൈക്കിളിൽ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും കൂടെ കൂട്ടിച്ചേർത്ത് പഠിക്കും. അവിടെ ഉള്ള അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈ ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയ പഠിക്കും. പിന്നീട് ഈ എന്താണ് ബിസിനസ് സൈക്കിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാമുവൽസിന്റെയും ഹിഗ്സിന്റെയും കാൾഡറിന്റെയും മോഡൽസും കോൺട്രിബ്യൂഷൻസും പഠിക്കും. പിന്നീട് എന്താണ് മൾട്ടിപ്ലയറും ആക്സിലറേറ്ററും പഠിക്കും. എന്തൊക്കെയാണ് മൾട്ടിപ്ലയർ ആക്സിലറേറ്റർ എന്തുവാണ് പറയുന്നത്? അവിടെ പറയപ്പെടുന്നത് ഇൻവെസ്റ്റ്മെന്റ് കാരണം എക്കോണമിയിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യമാണ്. അതിനുശേഷം എന്താണ് നമ്മുടെ എക്കോണമി നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങളായിട്ടുള്ള ഗ്രേറ്റ് ഡിപ്രഷനും ഫിനാൻഷ്യൽ ക്രൈസിസും പഠിക്കും. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നീട് നമ്മുടെ പലതരത്തിലുള്ള വ്യൂസ്, ക്ലാസിക്കലിന്റെയും കെയ്നീഷ്യന്റെയും മോൺട്രസ്റ്റിന്റെയും വ്യൂസ് എന്തിനെ കുറിച്ച്, ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച്. സോ ആ ഒരു ചിന്തയുടെ ഭാഗമായിട്ടുണ്ടായാണ് ഫിലിപ്സ് കർവ്, അത് നമ്മൾ പഠിക്കും. പിന്നെ സാക്രിഫൈസ് റേഷ്യോ, ഒക്കൂൺസ് ലോ എന്ന് പറയുന്ന ഐഡിയാസ് പഠിക്കും. പിന്നീട് എന്താണ് മാക്രോ എക്കണോമിക് സ്കൂൾസ് ഓഫ് പോളിസീസ് പഠിക്കും, സ്കൂൾസ് ആൻഡ് പോളിസീസ് പഠിക്കും. സ്കൂൾസ് ഓഫ് മാക്രോ എക്കണോമിക്സ് ഓർഡർ പഠിച്ചിട്ട് എന്താണ് അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാക്രോ എക്കണോമിക് പോളിസി പഠിക്കും. വളരെ സിമ്പിൾ അല്ലേ? ഞാനിപ്പോ പറയുമ്പോ സിമ്പിളാ, ഇത് പഠിക്കണ്ടേ സാറേ എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ ഒരു ഉത്തരവേ പറയുന്നുള്ളൂ. ഞാൻ പറയുന്ന ഐഡിയാസ് മനസ്സിലാക്കി നിങ്ങൾ ഒരിക്കലും ഒരു നെഗറ്റീവ് പോയിന്റ് ഓഫ് വ്യൂല് എക്കണോമിക്സ് പഠിക്കരുത്. ഞാൻ പഠിപ്പിക്കുന്ന ഈ മാക്രോ എക്കണോമിക്സ് മൊഡ്യൂൾ 2 നിങ്ങൾ ഒരു നെഗറ്റീവ് ആസ്പെക്ട്സിൽ ഒരിക്കലും പഠിക്കരുത്. നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ പഠിക്കണം. ഓക്കെ, സോ ഞാൻ അതുകൊണ്ട് തന്നെ പറയുന്നത് നിങ്ങൾക്ക് ഈ നമ്മുടെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഈ 20 മാർക്കിലെ 4 മാർക്ക് ഞാൻ തരും നിങ്ങൾക്ക്. അത് ഞാൻ ഒരു ഷുവർട്ടി പറയാണ്. ഈ 4 മാർക്ക് നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നായിരിക്കും നിങ്ങൾക്ക് ഈ 4 മാർക്കും വരുന്നത്. ഡോണ്ട് വറി. ഓക്കെ, സോ ഞാൻ പറയുന്ന കൺസെപ്റ്റ്സ് മനസ്സിലാക്കുക, ബേസിക് കൺസെപ്റ്റ്സ് മനസ്സിലാക്കി. ഇത് ഇൻഡെപ്ത് സാധനങ്ങളൊന്നും അല്ല, സിമ്പിൾ സാധനങ്ങളാണ്. സോ നമുക്ക്
അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഈ ഒരു സെഷനിൽ നമ്മൾ എന്താണ് സിലബസ് ഡീകോഡ് ചെയ്തു. ഓക്കെ, സോ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഒബിയസ്ലി പഠിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ഐഡിയ ആണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. എന്താണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്? സോ പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ മാക്രോ എക്കണോമിക്സ് എന്താണെന്ന് അറിയണം. സോ മാക്രോ എക്കണോമിക്സ് എന്താണെന്ന് അറിയാനായിട്ടുള്ളതായിരിക്കും അടുത്ത ക്ലാസ്. അത് കഴിഞ്ഞിട്ടായിരിക്കും നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. സോ അതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു ഫിഗർ തരുവാണ്. അതാണ് ഈ ഒരു ഫിഗർ. ഓക്കെ, മാക്രോ എക്കണോമിക്സ് എന്ന് മോള് എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വർഷങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ, 1880, 1900, 1920, 1920, 1940, 1960, 1980, 2000. ഓക്കെ, പിന്നെ ഇതൊരു ഈ തന്നിരിക്കുന്ന സാധനമാണ് ബിസിനസ് സൈക്കിൾ. എന്താണ് ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമിയിൽ എന്താണ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാകുന്നതിന്റെ റിയൽ ഡേറ്റ റെപ്രസെന്റേഷൻ ആണ് ഇത്. സോ അതിൽ ഏറ്റവും താഴത്തെ പോയിന്റ് ഏതാണ്? ഈ ഒരു പോയിന്റ് ആണ്. എന്ന് പറഞ്ഞാൽ 1930 കാലഘട്ടത്തിലെ പോയിന്റ് ആണ്. സോ ഈ ഫിഗറിൽ ഞാൻ തന്നിരിക്കുന്ന എന്താണെന്ന് നോക്കുക. ഈ 1930 എന്തെങ്കിലും നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുക. സോ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞ സിലബസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു കോൺഫിഡൻസോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഈ ഡയഗ്രാം എന്താണെന്ന് ജസ്റ്റ് ഗൂഗിൾ ഒക്കെ ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നല്ലൊരു കോൺഫിഡൻസോടെ നിങ്ങളെ കാണണം. ഓക്കെ.